നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സീറ്റ് നിഷേധിച്ചതോടെ നാട്ടികയിൽ UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA. ബിജെപിക്കാർ വിളിച്ചപ്പോ പറയുന്നത് എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ലാത്ത ആളാണ്. ബിജെപിയോട് താല്പര്യം. ജോസ് വള്ളൂര് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഇപ്പൊ വന്നിരിക്കുകയാണ്. തങ്ങളെ കാണുന്നതിനും കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അല്ല, ജോസ് വള്ളൂർ എന്ന കാലത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു. എപ്പോഴാണ് കാണുന്നത് ചോദിച്ചോളൂ സമയം പറഞ്ഞു. അപ്പോഴാണ് ജോസ് വള്ളൂർ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്തൊക്കെയുണ്ടെങ്കിൽ എൻ്റെ ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്, നാഷണൽ ലീഡർഷിപ്പൊക്കെ ജോസ് വള്ളൂരിനെയും അത് MLA ആയിട്ട് സംസാരിച്ച് വേണ്ടതായ മുന്നോട്ട് പൊക്കോളാൻ എന്ന് പറഞ്ഞു. മറ്റൊരു ചർച്ചയ്ക്ക് ഒരു സാധ്യതയില്ല. ഇല്ല, ചർച്ചയ്ക്ക് ആവശ്യമില്ല. ഏത് നേരത്തെ വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. വേണുഗോപാലിന്റെയും ആണ്. ഓക്കെ, തർക്കമില്ല, സംശയങ്ങളൊക്കെ തീർത്തിട്ട് വരുന്നു. ഇല്ല, ഇതൊരു പ്രതികാരമാണോ? അതൊരു പ്രതികാരമാണോ? അല്ല, ഇത് സത്യസന്ധത ജനങ്ങളുടെ മുന്നിൽ പറയലാണ്. പ്രതികാരമൊന്നുമില്ല. ജനങ്ങൾ വാങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞ് തടസ്സം നിൽക്കുന്നവർക്കെതിരായി പറയുന്ന ഇതാണ്. ഇതൊരു വികാരമൊന്നുമല്ല, വേറെ വികാരമൊന്നുമല്ല, പ്രതിഷേധമല്ല. ഇത് തള്ളി പറയുന്നത് സത്യമാണ്. തള്ളി പറഞ്ഞ വാചകമൊന്നുമല്ല. ഇത് സത്യം. വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി വരുന്ന ക്യാമ്പയിനിലൊക്കെ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊക്കെ അതിപ്പോ പറയുന്നില്ല. ആ സമയം എനിക്ക് ഇനിയുണ്ട്. എന്നെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പൊതുവേദിയിൽ വരും. അവർക്കെതിരായി പേരെടുത്തുകൊണ്ട് ഞാൻ അത് വിമർശിക്കും. ചെറിയൊരു ചോദ്യം, മുൻമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്തിക്കാടൻ കോക്കസ് ആണ് അതിന്റെ പിന്നിൽ. അങ്ങനെ കോക്കസ് എന്ന് പറഞ്ഞ കുറെ കോക്കസ് ഉണ്ട്. അവരെ ആശ്രയിക്കുന്ന ഒരുപാട് കോക്കസ് ഉണ്ട്. അതൊക്കെ മൂന്നേട്ടന്റെ സത്യവും നീതിയും പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അംഗീകരിക്കുന്നില്ല. സത്യവും നീതിയും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഇല്ല, അതുകൊണ്ടല്ല ഇങ്ങനെ വന്നത്. ഇതൊരു പേയ്മെന്റ് സീറ്റ് ആണോ? ഇപ്പൊ എന്റെ മനസ്സിലൊരു പേയ്മെന്റ് സീറ്റാണ്. അത് നിങ്ങളോട് പറയാണ്ടായ കാലത്ത് നിങ്ങളൊക്കെ എന്റെ അടുത്ത് വന്നതാണ്. എന്നെക്കാളും കൂടുതൽ താല്പര്യം കിട്ടാൻ വേണ്ടി നിൽക്കുന്നത് സാമ്പത്തികമുള്ള ആൾക്കാരെ കൂടെ നിൽക്കുന്നത്. എന്നോട് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് തർക്കം? പെരിങ്ങോട്ടുകര MLA ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ തന്റെ സ്ഥാനങ്ങൾ രാജിവെച്ചു. വേണ്ടി വന്നാൽ MLA സ്ഥാനവും രാജിവെക്കും. കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയതായും MLA പറഞ്ഞു. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റ് ആണെന്ന് മുകുന്ദൻ ആരോപിച്ചു. സ്വന്തം പാർട്ടിക്ക് മത്സരിക്കും. തൽക്കാലം പാർട്ടിയോട് ഞാൻ എന്റെ ചുമതലസ്ഥാനം ഉണ്ടാകുന്നത് മണ്ഡലം കമ്മിറ്റി അംഗമാണ്. അത് ഇന്നലെ രാജിവെച്ചു. സ്ഥാനം ഇപ്പൊ എന്റെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതും രാജിവെക്കും. വെക്കണം. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഇപ്പൊ ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ വിമർശനമായി വന്നതിന് ശേഷം എന്നെ സമ്മേളനത്തിൽ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഈ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിനുശേഷമാണ് ഈ അപകടങ്ങളൊക്കെ നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്നത്. ഞാൻ ഇതുമായി പ്രചരണം ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ കൂടെ നിന്ന് ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്ത് അവരെ കൂട്ടി ചോദിച്ച് മുന്നോട്ട് പോകും. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലൊക്കെ എന്നെ വിളിക്കേണ്ടായി. കാര്യം സംസാരിച്ചു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് എനിക്കുള്ള ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതൊക്കെ മാനസികമായിട്ട് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടതാണ്. തങ്ങൾ നല്ലൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ടോ അത് സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്.